പക്ഷേ നമ്മള് നടന്ന് വയ്യാണ്ടായിക്കണ ചെക്കൻ പറഞ്ഞാല് ശരിക്കും എനിക്ക് വയ്യാണ്ടായില്ലേ? എനിക്ക് വയ്യാണ്ടായി. മാസങ്ങളായി നടന്നിട്ട് ഫൈനലി നമ്മുടെ പ്രൊജക്റ്റ് വണ്ടി കിട്ടില്ലല്ലോ. യുഎക്ക് എത്തിയിരിക്കുന്നു. അതെ, എത്തി. ചെറിയ വർക്കും കഴിഞ്ഞ്. അത് നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മ ഇപ്പൊ സ്റ്റാർട്ടിങ് ഇപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റിയ രീതിക്കുള്ള നമ്മൾ എടുത്തിട്ടുണ്ട്. വ്യൂ എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോ കൂടുതൽ അപ്ഡേഷൻസ് നമ്മ തരും. ഇപ്പോ പറയാൻ ഉള്ളത് നമ്മുടെ വണ്ടി വർക്ക് ചെയ്യണ ആള് വണ്ടി വന്നിട്ട് നോക്കുന്നുണ്ട്. ചെലപ്പോ നിങ്ങൾക്ക് ബാക്കില് ചെറിയ പ്രൊജക്ട് വണ്ടിയാണ്, ചെറുത്. പിന്നെ എന്താണ് ഇന്ത്യസ് ഫസ്റ്റ് US ഫസ്റ്റ് ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഫസ്റ്റ് മിസ്റ്റ് ഒന്നല്ല. അത് കാര്യമാക്കണ്ട. ആൾക്ക് വേണമെങ്കിൽ നമ്മളെ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. ഞങ്ങളുടെ വണ്ടിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ പറയുക ഞങ്ങൾക്ക് ഉപകാരമുണ്ട്. ഞങ്ങളുടെ വണ്ടിനെ പറ്റി ഒരു റിവ്യൂ പറയട്ടു പോകും. അളിയോ സ്റ്റാർട്ടായി, വണ്ടി സ്റ്റാർട്ടായി. നിങ്ങൾക്ക് വേണമെങ്കിൽ സൗണ്ട് കേൾക്കാട്ടോ, വണ്ടിയുടെ സൗണ്ട് കേൾക്കാം. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല. വണ്ടിയുടെ പണി കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലായിട്ട് വണ്ടി റിവീൽ ചെയ്യണതായിരിക്കും. ഞങ്ങൾക്ക് ഈ ക്യാമറ ഒന്ന് ചെറുതാക്കിയിട്ട് ഞങ്ങൾ അപ്പുറത്ത് പോയി നിൽക്കുന്നുണ്ട്. വണ്ടി കാണണ്ടല്ലോ. അങ്ങനെയാണല്ലോ ശരിക്കും യൂട്യൂബിന്റെ രീതി. അങ്ങനെയാണല്ലോ, മാറ്റിട്ടാണല്ലോ ശരിക്കും കണ്ടോ എല്ലാവരും. ഇപ്പൊ പണിക്ക് കയറ്റിയിട്ടുണ്ട്. തൽക്കാലം ഇപ്പൊ വണ്ടി കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അടിയത്തെ റെസ്റ്റ് പ്രൂഫിനുള്ളതും പെയിന്റ് അടിയും. ജർമ്മനി എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിക്കും ചെറിയൊരു റെസ്റ്റ് ഉണ്ടാവും. അത് തണുപ്പ് കാരണം, തണുപ്പിന്റെ ആ ഒരു ഇത്. അപ്പോ അത് അടി ഫുള്ള് റെസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ബ്ലാക്ക് കോട്ട് അടിച്ചിട്ടുണ്ട്. അടിയിൽ ചെറിയ പീസ് വെക്കേണ്ട വന്നിട്ടുള്ള, വേറെ റെസ്റ്റ് ആയിട്ട് വണ്ടിയൊന്നുമില്ല. വണ്ടി ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. പിന്നെ നല്ല വണ്ടി, നീറ്റ് വണ്ടിയാണ്. പിന്നെ നമ്മളെ സ്പെക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് കുറേ നടന്നിട്ടുണ്ട്, മാസങ്ങളോളം നടന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം വേറെ വണ്ടിയാണ് പ്രൊജക്റ്റ് കാറായിട്ട് നോക്കിയായിരുന്നത്. പക്ഷെ പിന്നെ നമുക്ക് നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നിയോണ്ട് മാത്രം നമ്മൾ ഈ വണ്ടി എടുത്തത്. പക്ഷെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആ വണ്ടി ഉണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റാണ്, ഭയങ്കര റേറ്റാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ഓപ്ഷൻ നോക്കി. കാർ മാർക്കറ്റിൽ നിന്ന് ഒരാളെ ഹെൽപ്പ് ഉണ്ട്. ഞങ്ങളും തപ്പി അയാളെ കോണ്ടാക്ട് ചെയ്തിട്ട് അയാളെ വഴിയാണ് ഞങ്ങൾ വണ്ടി ഇങ്ങനെ അയച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് ഇല്ലാത്തതുകൊണ്ട് അയാളെ ഹെൽപ്പ് ഇപ്പൊ ഒന്നും കിട്ടണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ നടക്കണോണ്ട് ഭാഗ്യത്തിന് ഈ ഒരു ഷിപ്മെന്റ് വണ്ടി കിട്ടിയതാണ്. അപ്പൊ ഇപ്പൊ വർക്ക് നടക്കുന്നുണ്ട്. ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ഇനി ഇത് ഞങ്ങളൊരു ഡ്രീം പ്രൊജക്ടിന്റെ ഒരു സ്റ്റാർട്ടപ്പാണ് ശരിക്കും പറഞ്ഞാല്. കാരണം വെച്ചാല് പഠിച്ചോണ്ടിരിക്കുക. നമ്മുടെ ഈ ക്യാമറയുടെ ബാക്കിൽ ഒരുത്തനുണ്ട്. അവരാണ് ഞങ്ങളെ എല്ലാം ഐ മീൻ പണിയുന്ന സംഭവ പ്രൊജക്റ്റാണ്. വണ്ടി എന്ന് പറഞ്ഞ രീതിക്ക് എന്തൊക്കെ പ്രൊജക്റ്റാന്ന് പറഞ്ഞു വേണ്ട. അതൊക്കെ നമ്മ ബാക്കിൽ ഇങ്ങനെ നമ്മ ഓരോന്നിങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് വരും. അപ്പൊ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഫോണിന്റെ വീഡിയോയുടെ വണ്ടിയിലൊക്കെ അതെല്ലാരും അങ്ങനെ തന്നെ. ഞങ്ങൾ എല്ലാരും ക്യാമറ കുറച്ച് റോള് കൂടുതലാണ്. പോക്കറ്റിലൊക്കെ കൈയിട്ടുണ്ട്. റോളിലാണ് വർത്താനം പറയാം. അത് കൈയിടാൻ പറ്റില്ലേ, വയറ് ചാടും. അതാണ്. അപ്പോ ഇതാണ് ഇപ്പൊ പെയിന്റിങ്ങിന് കയറ്റിയിട്ടുള്ളത്. അതെന്ന് വെച്ചാല് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെയിന്റിങ്ങിന് ചെയ്തില്ല. ഫുൾ പെയിന്റ് ഇപ്പൊ ചെയ്യണില്ല, കാരണം വെതർ മോശമാണ്. അപ്പോ അതുകൊണ്ടാണ് പോയത്. അപ്പൊ വെതർ ശരിയായിട്ട് നമ്മ ഇനി ഫുൾ പെയിന്റ് ചെയ്യണുള്ളൂ. പിന്നെ ബോഡി അപ്പോ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പെയിന്റിങ് ചെയ്തോണ്ടിരിക്കുന്നു. അയ്യോ ഒരു ചക്കായി പോയി. പെയിന്റിങ് ഫുള്ള് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാല് ജസ്റ്റ് പാസിങ്ങിനുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ വണ്ടി പ്രൊജക്ട് ആയതുകൊണ്ട് ഇനി ബോഡി കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇപ്പൊ തൽക്കാലം രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യുന്നുള്ള രീതിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടാ. പക്ഷെ നമ്മുടെ സ്പെക്ക് ഐ മീൻ നമ്മുടെ നാട്ടുകാര് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മ ഈ US ഫസ്റ്റ് ഇന്ത്യ ഫസ്റ്റ് ഒന്നും പറയണില്ല. നമ്മളൊരു ഇഷ്ടം പ്രൊജക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. പേട്ട സൗണ്ടുള്ള വണ്ടിയാണ്. വണ്ടി കണ്ട ചിലപ്പോൾ ഇട്ടു വണ്ടി പിന്നെ വലിയ പരിചയമൊന്നുമില്ല ക്യാമറ വണ്ടിക്ക്. ഞാൻ ഫോട്ടോ ഒക്കെ നിൽക്കുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി വേണമെങ്കിൽ കൊടുക്കുക, ഐഡി വേണമെങ്കിൽ. പക്ഷെ ഒന്നും കാണില്ല. അപ്പൊ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? നമ്മളിപ്പോ തൽക്കാലം ഒരു അലോയ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തം ഇപ്പൊ ഒരു ബേസിക് റോട്ടിൽ കയറാവുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് വരണുള്ള വണ്ടി. പിന്നെ ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് കടക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പാഷൻ വണ്ടി സംഭവം അല്ല. നീയല്ല ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ വെറുതെ എന്താ കുണ്ടടിക്കാൻ പോയ സത്യയുടെ ഇടയില് കുണ്ടടിക്കുന്നില്ല. അപ്പൊ ഇത് കൊറേ നാളായിട്ട് നമ്മ ഈ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് പിന്നാലെ അടക്കണം. സംഭവം വേറെ ഒരാളുണ്ടാവുമ്പോ ഒരാളുണ്ടാവൂല, രണ്ടാൾക്കാരുണ്ടാവുമ്പോ ഒരാളുണ്ടാവൂല. ഇപ്പൊ എല്ലാരും കൂട്ടൊന്ന് കൂടി
അപ്പോഴാണ് ലാസ്റ്റ് വയ്യാണ്ടായിട്ടാവില്ല നടന്നു വയ്യാണ്ടായിട്ട് വണ്ടി ഓടിക്കാൻ നടന്നിട്ട് അപ്പോൾ അവസാനം മാസങ്ങൾക്ക് ശേഷം നമുക്ക് വണ്ടി കിട്ടിയത്. പക്ഷെ ഇനി വെച്ചാൽ അതെന്തോ ഭാഗ്യത്തിന് കിട്ടിയതാട്ടാ. കാരണം ഇനിയിപ്പോൾ കണ്ടെയ്നേഴ്സ് ഒന്നും വരുന്നില്ല എന്ന് പറയുന്നത് വേറെ വിഷയങ്ങളും. അപ്പോൾ ഭാഗ്യത്തിന് അവിടെ കിട്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല നമുക്ക് അവർക്ക് നമ്മളൊരു സ്റ്റോറി പറയണ്ട, വണ്ടി എങ്ങനെ എടുത്തു എങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി അപ്ഡേഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയണതായിരിക്കും. അപ്പോൾ ഇപ്പോൾ വണ്ടി എടുത്ത് ഇത്ര ആയിട്ടുള്ള ബില്ല് അടുത്ത ഇനി രജിസ്ട്രേഷനും കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ പറയും. ഓക്കെ.